തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഷിഹാബ് തങ്ങൾ സൗദ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമായി. നേതാക്കൾ ഇടപെട്ട രംഗം ശാന്തമാക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ സംഘം സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി CK മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാ ജില്ലാ DMOകളുടെ ആസ്ഥാനത്തും മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് നടത്തി പ്രതിഷേധ സൂചകമായി. അതിനുശേഷം റോഡ് ഉപരോധ സമരം നടത്തി. തുടർന്ന് നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരാഗ്നി ഇവിടെ തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമായി വർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. എന്നാൽ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പതിറ്റാണ്ടുകളായി പ്രയത്നിച്ച്, കേരളത്തിലെ ജനത ഭരണകൂടങ്ങൾ പതിറ്റാണ്ടുകളായി പ്രയത്നിച്ച് കെട്ടിപ്പടുത്ത് ഉയർത്തിയ ആരോഗ്യ മേഖല ഈ ഭരണത്തിൽ ഇടതുപക്ഷമേറിയപ്പോൾ, ഒരു ജേർണലിസ്റ്റിനെ ഇതിന്റെ തലപ്പത്തിരുത്തിയപ്പോൾ, ആരോഗ്യമന്ത്രിയാക്കിയപ്പോൾ ഈ ആരോഗ്യ മേഖലക്ക് ശ്വാസം മുട്ടുന്നതായി നമ്മൾ കാണുന്നു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നട്ടെല്ലൊടിഞ്ഞ് കിടപ്പിലാണ്. കേരളത്തിലെ ജനറൽ ഹോസ്പിറ്റലുകൾക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുകയാണ്. ഇങ്ങനെ ആരോഗ്യ മേഖല തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന അതിദാരുണമായ സംഭവമാണ് ബിന്ദുവിന്റെ മരണം. ബിന്ദുവിനെ കൊന്നതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ആരാണ് കൊന്നതെന്ന് ചോദിച്ചാൽ, കൃത്യമായി വർക്ക് ചെയ്യാത്ത, കൃത്യമായി മോണിറ്റർ ചെയ്യാത്ത ആരോഗ്യമന്ത്രി പദം കേവലം ഒരു അലങ്കാരമായി മാത്രം കൊണ്ട് നടക്കുന്ന ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയാണ് ബിന്ദുവിന്റെ ഭരണം സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ വിളിച്ചു പറയുകയാണ്. അതൊരു സത്യമാണ്. ആ സത്യം പറയാതിരിക്കാൻ ഒരു പ്രതിപക്ഷ യുവജന സംഘം. തലശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് തലായി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി തഫ്ലീം മാണിയാട്ട് സ്വാഗതവും അഫ്സൽ മട്ടാമ്പ്രം നന്ദിയും പറഞ്ഞു. തസ്ലീം ചട്ടംകുന്ന്, റഷീദ് കരിയാടൻ, അൻസാരി KP, ജംഷീർ മഹമ്മൂദ്, ഹാഷിഫ് നെല്ലൂർ, റമീസ് നരസിംഹ, ഷാനിദ് വാഫി, റിയാസ് MMK തുടങ്ങിയവർ സംസാരിച്ചു. ഷുഹൈബ് AK, ദിൽഷാദ് TP, മജീദ് KV എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി.